വിശദമായ വാർത്തകളിലേക്ക്. ജനങ്ങൾ തെരഞ്ഞെടുത്ത കേരള സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കത്തിലാണ് ബിജെപിയും ആർഎസ്എസും. കേരള ജനതയുടെ ജനാധിപത്യ അവകാശവും ആത്മബോധവും സംരക്ഷിക്കാൻ അതിവിപുലമായ ക്യാമ്പയിൻ പീപ്പിൾ സംഘടിപ്പിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തി സപ്പോർട്ട് ഡെമോക്രസി എന്ന ഹാഷ്ടാഗ് ക്യാമ്പയിനിൽ എല്ലാവർക്കും പങ്കുചേരാം. ജനങ്ങൾ തെരഞ്ഞെടുത്ത കേരള സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കത്തിലാണ് ബിജെപിയും ആർഎസ്എസും. ആർഎസ്എസിന്റെയും ബിജെപിയുടെയും നീക്കത്തിന് പിന്തുണയുമായി കേന്ദ്ര സർക്കാരും രംഗത്തെത്തി കഴിഞ്ഞു. കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന ആവശ്യവുമായി ആദ്യം രംഗത്തെത്തിയത് ആർഎസ്എസ് നേതാവ് ദത്താത്രേയ ഹൊസബലെയാണ്. In month of February and March, we have requested the President of India and the Home Minister, and we are happy that the Home Minister talked to the State Chief Minister recently, and also the Governor of the State summoned the Chief Minister, and after that they took some steps to approach RSS office bearers. കേരള മന്ത്രിസഭയെ പിരിച്ചുവിടുന്നതിന് കളമൊരുക്കാനായി സംസ്ഥാനത്തെ ക്രമസമാധാനം തകർന്നുവെന്ന പ്രചരണം ദേശീയതലത്തിൽ കേന്ദ്ര ഭരണകക്ഷി ആരംഭിച്ചു കഴിഞ്ഞു. That an environment of violence is not perpetuated in any state. Anywhere in the country, in any other state, even if a solitary incident takes place, everybody in one voice condemns it. And an effort is made to make sure that such incidents are not repeated. This kind of a violence will neither suppress the ideology in the state of Kerala, nor is it going to scare our workers and cadres. കേരളത്തിൽ കുപ്രസിദ്ധമായ 356 വകുപ്പ് പ്രയോഗിച്ച് മന്ത്രിസഭയെ പിരിച്ചുവിടാനുള്ള അണിയറ നീക്കങ്ങൾ ആരംഭിച്ചുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളാണ്. കേരള ജനതയ്ക്ക് മുന്നിൽ പീപ്പിൾ ഒരു ചോദ്യം ഉന്നയിക്കുന്നു. നിങ്ങൾ അട്ടിമറി നീക്കത്തിനൊപ്പമോ ജനാധിപത്യത്തിന്റെ കൂടെയോ? ജനാധിപത്യം സംരക്ഷിക്കാൻ പീപ്പിൾ ആരംഭിക്കുന്ന ക്യാമ്പയിനിൽ പങ്കുചേരൂ. അഭിപ്രായം രേഖപ്പെടുത്തി സപ്പോർട്ട് ഡെമോക്രസി എന്ന ഹാഷ്ടാഗ് ക്യാമ്പിനൊപ്പം ചേരൂ. ന്യൂസ് ഡെസ്ക്. ആർഎസ്എസ് നടത്തുന്ന വ്യാജ പ്രചാരണങ്ങൾക്ക് കേരളത്തിന്റെ മറുപടി. ദേശീയ മാധ്യമങ്ങളുടെ ദില്ലി എഡിഷനിൽ നൽകിയ പരസ്യത്തിലൂടെയാണ് കേരളം വാദമുഖങ്ങൾ നിരത്തുന്നത്. കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയെന്ന ഉന്നതരുടെ സാക്ഷ്യവും പരസ്യത്തിലൂടെ കേരളം നിരത്തുന്നു. ദില്ലിയിൽ വാർത്താസമ്മേളനം വിളിച്ചും കേന്ദ്രമന്ത്രിമാരെ നിരത്തിയും കേരളത്തിനെതിരെ ആർഎസ്എസ് നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്കാണ് കണക്കുകളോടെ സംസ്ഥാനം മറുപടി നൽകുന്നത്. രാഷ്ട്രീയ ലാഭം മാത്രം ലക്ഷ്യമാക്കി സംസ്ഥാനത്തെ അവഹേളിക്കുന്നതിനെതിരെ മലയാളികൾക്കിടയിൽ പൊതുവികാരം ശക്തമായ പശ്ചാത്തലത്തിൽ കൂടിയാണ് ദേശീയ മാധ്യമങ്ങളുടെ കേരളത്തിന്റെ മറുപടി. ആർഎസ്എസ് ജോയിന്റ് സെക്രട്ടറി ദത്താത്രേയ ഹൊസബാള കള്ളക്കണക്കുകൾ നിരത്തിയതിനു പിന്നാലെ ധനകാര്യമന്ത്രി കൂടിയായ ബിജെപി നേതാവ് അരുൺ ജെയ്റ്റ്ലി തിരുവനന്തപുരത്തെത്തി അടിസ്ഥാനരഹിതമായ പ്രചാരണങ്ങൾക്ക് വേഗത കൂട്ടി. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കാൻ രാഷ്ട്രപതി ഭരണം വേണമെന്ന ഗൂഢലക്ഷ്യം കൂടി മറനീക്കി പുറത്തു വന്നിട്ടുണ്ട്. ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെക്കാൾ മെച്ചപ്പെട്ടതാണ് കേരളത്തിന്റെ ക്രമസമാധാന പാലനം, സാമൂഹ്യ ആരോഗ്യ മേഖലകളെന്നും സെൻസസ് ഓഫ് ഇന്ത്യ, ദേശീയ ഹെൽത്ത് സർവേയുടെ കണക്കുകൾ എന്നിവ ഉദ്ധരിച്ച് കേരളം ചൂണ്ടിക്കാട്ടുന്നു. വിവിധ മേഖലകളിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ അക്കമിട്ട് പരസ്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പാർലമെന്റ് സമ്മേളിക്കുന്നതിനാൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള എംപിമാർ ദില്ലിയിലുണ്ട്. ഇവർക്കും കേരളത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പരസ്യം സഹായിക്കും. ജനാധിപത്യ മാർഗത്തിലൂടെ സംസ്ഥാനത്ത് ഭരണം പിടിച്ചെടുക്കാനാകില്ല എന്ന് വ്യക്തമായതോടെയാണ് സംഘപരിവാർ വ്യാജ പ്രചാരണങ്ങൾ ശക്തമാക്കിയിരിക്കുന്നത്. ഇത് രാജ്യത്തെ ബോധ്യപ്പെടുത്താൻ പരസ്യത്തിലൂടെ കഴിയും. ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ്. രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന നേട്ടങ്ങളാണ് കേരളം കൈവരിച്ചിരിക്കുന്നത് എന്നതിനുള്ള തെളിവുകൾ നിരത്തിയാണ് സംസ്ഥാന സർക്കാർ പ്രമുഖ ദേശീയ മാധ്യമങ്ങളിൽ പരസ്യം നൽകിയത്. ക്രമസമാധാന പാലനം, വിദ്യാഭ്യാസം, ആരോഗ്യം, മാനവ വികസന സൂചിക തുടങ്ങി സമസ്ത മേഖലകളിലും കേരളം 1-ാം സ്ഥാനത്താണെന്ന് പരസ്യം ചൂണ്ടിക്കാട്ടുന്നു. സംഘപരിവാർ സംഘടനകൾ കേരളത്തിനെതിരെ നടത്തുന്ന ദുഷ്പ്രചരണങ്ങളെ തുറന്നു കാട്ടുന്നതാണ് പരസ്യത്തിലെ വസ്തുതകൾ. കേരളത്തിനെതിരെ ആർഎസ്എസ് ബിജെപി നേതൃത്വം നടത്തുന്ന വ്യാജ പ്രചരണങ്ങളെ പൊളിച്ചെടുക്കുന്നതാണ് സംസ്ഥാനം ഇന്ന് ദേശീയ മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തിയ വസ്തുതകൾ. വിവിധ സർക്കാരിതര സംഘടനകൾ നടത്തിയ പഠനങ്ങളിലും സർവേകളിലും കേരളം മുന്നിലെത്തിയതിന്റെ കണക്കുകൾ സംസ്ഥാനം അക്കമിട്ട് നിരത്തുന്നു. ഇന്ത്യ ടുഡേ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലുമായി നടത്തിയ പഠനത്തിൽ കുറ്റകൃത്യ നിരക്ക് ഏറ്റവും കുറഞ്ഞതും ക്രമസമാധാന പാലനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നതുമായ സംസ്ഥാനമായി തിരഞ്ഞെടുത്തത് കേരളത്തെ. വർഗീയ സംഘർഷങ്ങൾ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനവും കേരളം തന്നെ. 2017 പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് അനുസരിച്ച് ഭരണനിർവഹണത്തിൽ 1-ാം സ്ഥാനത്തെത്തിയത് കേരളം.
ഈ വർഷത്തെ CMS ഇന്ത്യൻ കറപ്ഷൻ സ്റ്റഡി പ്രകാരം അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം. മാനവ വികസന സൂചികയിൽ കേരളത്തിന്റെ സ്ഥാനം ഐക്യരാഷ്ട്ര സംഘടന നിലവാരത്തിനൊപ്പം. ശിശുമരണ നിരക്കും മാതൃമരണ നിരക്കും കുറഞ്ഞ സംസ്ഥാനവും കേരളം തന്നെ. രാജ്യത്ത് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനം. ഏറ്റവും കൂടുതൽ സ്ത്രീ ബിരുദധാരികളുള്ള സംസ്ഥാനം. ആളോഹരി വരുമാനത്തിൽ 1ാം സ്ഥാനത്ത്. ഇന്ത്യ ടുഡേ സർവേ പ്രകാരം ജീവിക്കാൻ ഏറ്റവും സുരക്ഷിതവും പരിസ്ഥിതി സൗഹൃദവുമായ സംസ്ഥാനം. ഇങ്ങനെ പോകുന്നു കേരളത്തിന്റെ നേട്ടങ്ങൾ. രാജ്യതലസ്ഥാനമായ ദില്ലിയെപ്പോലും പിന്തള്ളി വേഗത്തിൽ വളരുന്ന നഗരമായി കൊച്ചി മാറിയെന്ന ADB പഠന റിപ്പോർട്ടും കേരളം ചൂണ്ടിക്കാട്ടുന്നു. എല്ലാ അർത്ഥത്തിലും കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്നതിന്റെ തെളിവുകളാണ് ദേശീയ മാധ്യമങ്ങളിൽ നൽകിയ പരസ്യത്തിലൂടെ സംസ്ഥാനം രാജ്യത്തിനു മുമ്പാകെ അവതരിപ്പിച്ചത്. വിവിധ മാധ്യമങ്ങളിലൂടെ സംഘപരിവാർ നേതാക്കൾ നടത്തുന്ന വ്യാജ പ്രചരണങ്ങളെ നിലംപരിശാക്കുന്നു എന്ന് മാത്രമല്ല, ലോകം മുഴുവനുള്ള മലയാളികൾക്ക് തല ഉയർത്തിപ്പിടിച്ച് നടക്കാനുള്ള വകയാണ് സംസ്ഥാനം ഇന്ന് ദേശീയ മാധ്യമങ്ങളിൽ നൽകിയ പരസ്യത്തിലൂടെ അക്കമിട്ട് നിരത്തുന്നത്. ദില്ലിയിൽ നിന്നും M. സന്തോഷ്. സംഘപരിവാർ നേതാക്കൾ കേരളത്തെക്കുറിച്ച് വ്യാജ പ്രചരണം നടത്തുമ്പോൾ കേരളത്തെ പ്രകീർത്തിച്ച് വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രശസ്ത വ്യക്തികൾ രംഗത്ത്. കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്ന് സിനിമാ താരം കമലഹാസൻ അഭിപ്രായപ്പെട്ടു. കൃത്യനിർവഹണത്തിൽ കേരള പോലീസ് മാതൃകയാണെന്ന് മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് KT തോമസും ചൂണ്ടിക്കാട്ടി. സമാധാനം നിലനിർത്താനുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശ്രമങ്ങളെ ആധ്യാത്മിക നേതാവ് ശ്രീ M. പ്രകീർത്തിച്ചു. കേരളത്തിന്റെ നേട്ടങ്ങൾ വിശദീകരിച്ച് സംസ്ഥാന സർക്കാർ നൽകിയ പരസ്യത്തിലാണ് പ്രമുഖരുടെ പ്രതികരണങ്ങൾ ഉൾപ്പെടുത്തിയത്. BJP RSS നേതാക്കൾ കേരളത്തെ താറടിച്ചു കാണിക്കാനുള്ള പ്രചരണം തുടരുമ്പോഴാണ് വിവിധ മേഖലകളിൽ പ്രശസ്തരായവർ സംസ്ഥാനത്തെ പ്രകീർത്തിക്കുന്നത്. സംഘപരിവാർ പ്രചരണങ്ങളെ തുറന്നുകാട്ടി കേരളം ഇന്ന് ദേശീയ മാധ്യമങ്ങളിൽ നൽകിയ പരസ്യത്തിലാണ് കേരളത്തിന്റെ നേട്ടങ്ങൾ പ്രമുഖർ സാക്ഷ്യപ്പെടുത്തുന്നത്. മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് KT തോമസിന്റെ കേരളത്തെക്കുറിച്ചുള്ള വാക്കുകൾ ഇങ്ങനെ: കേരള പോലീസിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. കുറ്റകൃത്യങ്ങൾ നടന്നാൽ മുഖം നോക്കാതെ ഉടൻ തന്നെ കുറ്റവാളികളെ പിടികൂടാനും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനും കേരള പോലീസിന് സാധിക്കാറുണ്ട്. സമൂഹവും അത്തരം ഇടപെടലുകളാണ് പോലീസിൽ നിന്നും പ്രതീക്ഷിക്കുന്നതെന്നും ജസ്റ്റിസ് KT തോമസ് ചൂണ്ടിക്കാട്ടുന്നു. ആത്മീയാചാര്യനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ ശ്രീ M. സംസ്ഥാനത്ത് സമാധാനം നിലനിർത്താനുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശ്രമങ്ങളെ അഭിനന്ദിച്ചു. സമഗ്ര വികസനത്തിന്റെ പാതയിലേക്ക് കേരളത്തെ നയിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാതൃകാപരമായ നടപടികൾക്ക് സാധിക്കുമെന്നാണ് ശ്രീ M.ന്റെ ആശംസ. കേരളം അയൽ സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്ന് സിനിമാ താരം കമലഹാസൻ അഭിപ്രായപ്പെട്ടു. കേരളത്തിന്റെ നേട്ടങ്ങൾ വിശദീകരിച്ച് സംസ്ഥാന സർക്കാർ ദേശീയ മാധ്യമങ്ങളിൽ നൽകിയ പരസ്യത്തിലാണ് പ്രമുഖ വ്യക്തികളുടെ പ്രതികരണങ്ങൾ ഉൾപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. രാഷ്ട്രീയ പകപോക്കലിനായി BJP RSS നേതൃത്വം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയും ഉപയോഗിക്കുന്നു. സംസ്ഥാനത്ത് BJPക്കെതിരെ നടന്ന ആക്രമണത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം സംസ്ഥാനത്ത് തെളിവെടുപ്പ് നടത്തും. അതേസമയം ആക്രമണങ്ങളെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് നൽകാൻ പോലീസ് മേധാവിയോട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ നടന്ന BJP RSS CPM സംഘർഷത്തിൽ കുറ്റക്കാർക്കെതിരെ സർക്കാർ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുകയും സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ടു പോവുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് വിഷയത്തിൽ ഇടപെട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രംഗത്തെത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ പകപോക്കലിനായി BJP RSS നേതൃത്വം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുകയായിരുന്നു. BJPക്കാരൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് BJPക്കെതിരെ നടന്ന ആക്രമണങ്ങൾ സംബന്ധിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പ്രത്യേക സംഘത്തെ ഉപയോഗിച്ച് അന്വേഷണം നടത്തുന്നത്. കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെത്തുന്ന പോലീസ് സംഘം 4 ദിവസം വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് തെളിവെടുപ്പ് നടത്തും. തലസ്ഥാനത്ത് നാളെ എത്തുന്ന SP-യുടെ നേതൃത്വത്തിലുള്ള സംഘം BJP സംസ്ഥാന കാര്യാലയത്തിലെത്തി ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കും. കൂടാതെ വിവിധ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തി രേഖകളും മൊഴിയും എടുക്കും. ശ്രീകാര്യത്ത് കൊല്ലപ്പെട്ട RSS പ്രവർത്തകന്റെ വീട് സന്ദർശിക്കുന്ന പോലീസ് സംഘം കൊലപാതകത്തിന്റെ കാര്യങ്ങളും അന്വേഷിക്കും. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വിവരം ശേഖരിക്കുന്നുണ്ട്. തലസ്ഥാനത്തിന് പുറമെ കോട്ടയത്തും അന്വേഷണ സംഘം സന്ദർശിക്കും. അന്വേഷണ സംഘത്തിന് വേണ്ട റിപ്പോർട്ടുകളും വിശദാംശങ്ങളും നൽകണമെന്ന് കാട്ടി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന ചീഫ് സെക്രട്ടറി, ഹോം സെക്രട്ടറി, DGP എന്നിവർക്ക് കത്തയച്ചിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ പ്രകാശ് SP-യുടെ ചുമതലയായിട്ടാണ് ഒരു 2 DSPമാരും 2 ഇൻസ്പെക്ടർമാരാണ് അവർ അറിഞ്ഞത്. അവർക്കുള്ള എല്ലാ സഹകരണവും സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതുപോലെ ട്രിവാൻഡ്രം സിറ്റി പോലീസിന്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹകരണവും കൊടുക്കും. അതേസമയം ആക്രമണത്തിനിരയായ CPM പ്രവർത്തകരുടെ വീടോ പാർട്ടി ഓഫീസുകളോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച അന്വേഷണ സംഘം സന്ദർശിക്കുന്നില്ല എന്നത് തന്നെ അവരുടെ ആഗമനോദ്ദേശം വ്യക്തമാക്കുന്നതാണ്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
വാർത്തകൾ തുടരുന്നു. മെഡിക്കൽ കോളേജ് കോഴ അഴിമതി അന്വേഷണവുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഹാജരായി മൊഴി നൽകാൻ കുമ്മനം രാജശേഖരന് വിജിലൻസിന്റെ നോട്ടീസ്. കോഴയിലെ ഇടനിലക്കാരനായ സതീഷ് നായരോടും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ വിജിലൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം 2 ദിവസം കഴിഞ്ഞേ തനിക്ക് ഹാജരാകാൻ സാധിക്കുകയുള്ളൂവെന്ന് കുമ്മനം വിജിലൻസിനെ അറിയിച്ചു. എന്നാൽ നോട്ടീസ് കൈപ്പറ്റിയ BJP നേതാക്കളായ KP ശ്രീശനും AK നസീറും നാളെ വിജിലൻസിന് മുന്നിൽ മൊഴി നൽകാനെത്തും. സംസ്ഥാന നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയ മെഡിക്കൽ കോഴ അഴിമതി സംബന്ധിച്ച് നടക്കുന്ന വിജിലൻസ് അന്വേഷണത്തോട് സഹകരിക്കേണ്ടതില്ലെന്ന് ആദ്യം നിലപാട് സ്വീകരിച്ച BJP നേതാക്കൾ ഇപ്പോൾ തീരുമാനം മാറ്റിയിരിക്കുന്നു. നോട്ടീസ് ലഭിച്ച BJP ഭാരവാഹികൾ വിജിലൻസിന് മുന്നിൽ ഹാജരായി മൊഴി നൽകണമെന്നാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ അവരോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. നേതാക്കൾക്ക് പുറമെ വിജിലൻസ് നോട്ടീസ് കുമ്മനത്തിനും ലഭിച്ചിരിക്കുന്നു. കേസിൽ നേരിട്ട് ഹാജരായി മൊഴി നൽകണമെന്ന് കാട്ടിയാണ് വിജിലൻസ് കുമ്മനത്തിന് നോട്ടീസ് നൽകിയത്. ഈ മാസം 10-ന് ഹാജരാകണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെടുന്നു. എന്നാൽ ഹാജരാകുന്നതിന് തനിക്ക് 2 ദിവസത്തെ സാവകാശം നൽകണമെന്ന് കുമ്മനം രാജശേഖരൻ വിജിലൻസ് SP-യോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോഴയിലെ മുഖ്യകണ്ണിയായ ദില്ലിയിലുള്ള സതീഷ് നായർക്ക് വിജിലൻസ് പ്രത്യേക ദൂതൻ വഴി നോട്ടീസ് കൈമാറി. ഈ മാസം 24-ന് ഹാജരായി മൊഴി നൽകാനാണ് സതീഷ് നായരോട് വിജിലൻസ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതേസമയം നോട്ടീസ് കൈപ്പറ്റിയ BJP അന്വേഷണ കമ്മീഷൻ അംഗങ്ങളായ KP ശ്രീശനും AK നസീറും നാളെ തിരുവനന്തപുരത്ത് വിജിലൻസ് ഓഫീസിലെത്തി മൊഴി നൽകും. എന്നാൽ മെഡിക്കൽ കോഴയിൽ BJP സംസ്ഥാന നേതാക്കൾക്ക് ക്ലീൻ ചിറ്റ് നൽകുന്ന തരത്തിൽ കാര്യങ്ങൾ വിജിലൻസിന് മുന്നിൽ അവതരിപ്പിക്കണമെന്നാണ് ഇവരോട് BJP ഗ്രൂപ്പ് നേതാക്കൾ സമ്മർദ്ദം ചെലുത്തിയിരിക്കുന്നത്. നേരത്തെ മൊഴി നൽകിയ കോളേജ് ഉടമ R ഷാജിയും BJP നേതാവായിരുന്ന RS വിനോദും BJP നേതാക്കളെ സേഫാക്കിയിട്ടുണ്ട്. പക്ഷേ കോഴ അഴിമതിയിൽ വ്യക്തമായ മൊഴി ലഭിച്ചില്ലെങ്കിൽ കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ ശുപാർശ ചെയ്യുമെന്നാണ് വിജിലൻസ് അന്വേഷണ സംഘം പറയുന്നത്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മെഡിക്കൽ കോഴയിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ BJP തെറ്റായ മാർഗങ്ങൾ സ്വീകരിക്കുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ. ഇതിൽ കൃത്യമായ നടപടി സർക്കാർ സ്വീകരിച്ചു. BJPയുടെ മെഡിക്കൽ കോഴയിൽ CBI അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എന്നാൽ നിലവിൽ കോഴയിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നതായും ദേശീയ ഏജൻസിയുടെ അന്വേഷണം വേണോ എന്നത് അന്വേഷണ ഘട്ടത്തിൽ തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി. 14-ാം കേരള നിയമസഭയുടെ 7ാം സമ്മേളനം ആരംഭിച്ചത് തന്നെ BJPയുടെ മെഡിക്കൽ കോഴ അഴിമതി ഉന്നയിച്ചാണ്. മെഡിക്കൽ കോഴയിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാൻ BJP തെറ്റായ മാർഗങ്ങൾ സ്വീകരിക്കുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നുവെന്ന നിർണായക വിവരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയെ അറിയിച്ചു. ഇതിൽ കൃത്യമായ നടപടി സ്വീകരിച്ചതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നമ്മുടെ സംസ്ഥാനത്ത് വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ BJPക്കെതിരെ ഉയർന്നു വന്നപ്പോൾ വല്ലാത്ത ബഹുജന ശ്രദ്ധ ആ കാര്യങ്ങളിൽ ഉയർന്നു വരികയുണ്ടായി. ഈ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് ചില നടപടികൾ, തെറ്റായ മാർഗങ്ങൾ സ്വീകരിക്കാനിടയുണ്ട് എന്നത് നമ്മുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിരുന്ന കാര്യമാണ്. ഇൻ്റലിജൻസ് അതുമായി ബന്ധപ്പെട്ട ചില കരുതൽ നടപടികളും സ്വീകരിച്ചിരുന്നു. മെഡിക്കൽ കോഴയുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷം സഭയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ നിലവിൽ കോഴയിൽ വിജിലൻസ് അന്വേഷണം നടന്നുവരുന്നതായും അന്വേഷണത്തിന്റെ തുടർഘട്ടത്തിൽ ഇത് ദേശീയ ഏജൻസിയെ ഏൽപ്പിക്കണമോ എന്നത് തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി. BJPയുടെ പാർട്ടി അന്വേഷണ റിപ്പോർട്ടും നിലവിലെ വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. ആരൊക്കെ കോഴയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാം അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. BJP നേതാക്കൾ ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയ സംഭവത്തിൽ പരാതി ലഭിച്ചാൽ അന്വേഷിക്കും. ഒപ്പം അടുത്ത കാലത്തായി BJP നേതാക്കൾക്കുണ്ടായിട്ടുള്ള സാമ്പത്തിക വളർച്ച പ്രത്യേക അന്വേഷണ സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന M സ്വരാജിന്റെ ചോദ്യത്തിന് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി. നിയമസഭയിൽ നിന്നും S ഷീജ. തിരികെ വാർത്തകളിലേക്ക്. ശ്രീശാന്തിനെതിരെ BCCI ഏർപ്പെടുത്തിയ ആജീവനാന്ത വിലക്ക് ഹൈക്കോടതി റദ്ദാക്കി. ശ്രീശാന്ത് സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് കോടതിയുടെ ഉത്തരവ്. ഒത്തുകളി ആരോപണത്തെ തുടർന്നാണ് ശ്രീശാന്തിന് BCCI വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. BCCIയുടെ നടപടി സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്ന് കോടതി വിധിന്യായത്തിൽ പറഞ്ഞു. ഒത്തുകളി കേസിൽ പട്യാല കോടതി കുറ്റവിമുക്തനാക്കിയെങ്കിലും ആജീവനാന്ത വിലക്ക് നീക്കാൻ BCCI തയ്യാറായിരുന്നില്ല. ഈ സാഹചര്യത്തിലായിരുന്നു ശ്രീശാന്ത് കോടതിയെ സമീപിച്ചത്. ശ്രീശാന്തിന്റെ ഹർജിയിൽ വിശദമായ വാദം കേട്ട കോടതി വിലക്ക് റദ്ദാക്കി ഉത്തരവിടുകയായിരുന്നു. BCCIയുടെ നടപടി സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്ന് കോടതി വിലയിരുത്തി. ക്രിമിനൽ കേസിൽ കുറ്റവിമുക്തനാക്കിയ കാര്യം BCCI കണക്കിലെടുക്കേണ്ടിയിരുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അച്ചടക്ക സമിതി കണക്കിലെടുത്ത തെളിവുകൾക്ക് നിലനിൽപ്പില്ലെന്ന് കോടതി പറഞ്ഞു. ക്രിക്കറ്റർ ജിജു ജനാർദ്ദനും ശ്രീശാന്തും തമ്മിലുള്ള സംഭാഷണം വിശ്വസനീയമല്ല. BCCI സുതാര്യമായി പ്രവർത്തിക്കണമെന്നും കോടതി നിരീക്ഷിച്ചു. സ്കോട്ടിഷ് ലീഗിൽ കളിക്കാൻ അവസരം ലഭിച്ചുവെന്നും BCCIയുടെ ആജീവനാന്ത വിലക്ക് മൂലം ഈ അവസരം നഷ്ടപ്പെടുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് ശ്രീശാന്ത് കോടതിയെ സമീപിച്ചത്. തന്നെ കുറ്റവിമുക്തനാക്കിയ പട്യാല കോടതി വിധി കണക്കിലെടുക്കാതെയാണ് BCCIയുടെ നടപടിയെന്നായിരുന്നു ശ്രീശാന്തിന്റെ പ്രധാന വാദം. ശ്രീശാന്തിന്റെ വിലക്ക് നീക്കാനാവില്ലെന്ന് വാദത്തിനിടെ BCCI ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു.
37 പേജുള്ള വിധിന്യായത്തിൽ BCCIയുടെ ഈ വാദം ഹൈക്കോടതി പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധിയുണ്ടായതോടെ വളരെയധികം സന്തോഷത്തിലാണ് ശ്രീശാന്തിന്റെ കുടുംബാംഗങ്ങൾ. കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്ന് ശ്രീശാന്ത് പീപ്പിളിനോട് പറഞ്ഞു. ശ്രീശാന്തിനെ പിന്തുണച്ച എല്ലാവർക്കും അമ്മ സാവിത്രി ദേവി നന്ദി അറിയിച്ചു. ഹൈക്കോടതി വിധി അനുകൂലമായതോടെ ശ്രീശാന്തിന്റെ കുടുംബം ഉത്സവ ലഹരിയിലായിരുന്നു. മധുരം വിളമ്പിയും പടക്കം പൊട്ടിച്ചുമാണ് ശ്രീയുടെ കുടുംബം ആഘോഷിച്ചത്. വിലക്ക് നീക്കിയതോടെ ഇനി കളിക്കളത്തിലേക്ക് എത്താനുള്ള ശ്രമമാണ് തന്റെ ലക്ഷ്യമെന്ന് ശ്രീശാന്ത് പറഞ്ഞു. വളരെയധികം സന്തോഷമുണ്ട്. വളരെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഞാനും എൻ്റെ വീട്ടുകാരൊക്കെ അനുഭവിച്ചിരുന്നു. പക്ഷേ അതെല്ലാം പാസ്റ്റാണ്. അതെല്ലാം മറന്ന് മുന്നോട്ട് നല്ല രീതിയിൽ കളിച്ച് പെർഫോമൻസോടുകൂടി തിരിച്ച് കളിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഏതൊരു തെറ്റ് ചെയ്ത ആൾക്കാരെ വരെ 4 വർഷവും 5 വർഷവും 3 വർഷമൊക്കെയാണ് ബാൻ ചെയ്യുന്നത്. പക്ഷേ എൻ്റെ കാര്യത്തിൽ തെറ്റ് ചെയ്യാതെ ക്ലീൻ ചിട്ടായിട്ടും ആരും സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നിരുന്നില്ല. പക്ഷേ അവരോടൊന്നും എനിക്ക് എതിര് പറയുന്നില്ല. പക്ഷേ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വീണ്ടും എൻ്റെ എതിരെ ഒന്നും വരില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീശാന്തിന്റെ അമ്മ സാവിത്രി ദേവി അതീവ സന്തോഷത്തിലായിരുന്നു. 4 വർഷത്തെ കൈപ്പേറിയ അനുഭവങ്ങളിൽ കൂടെ നിന്ന എല്ലാവരോടും സാവിത്രി ദേവി നന്ദി പറഞ്ഞു. ഈ വിധി കേട്ടപ്പോൾ സത്യം പറയാൻ ഭയങ്കര സന്തോഷം. എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. എല്ലാ രീതിയിലും അനുഭവിച്ചു വന്ന ആ മാനസിക ബുദ്ധിമുട്ടിൽ നിന്നും ഒരു ആശ്വാസം, അതാണ് സത്യത്തിൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ശ്രീശാന്തിന്റെ ഭാര്യ ഭുവനേശ്വരി കുമാരിക്ക് പറയാനുള്ളത് ഇത്രമാത്രം. I'm very happy, very, very, very happy. So, just happy. Very happy. Feeling very happy. ഇടപ്പള്ളി അഞ്ചുമന ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിലാണ് ഭാര്യയും കുട്ടികളുമടക്കം ശ്രീയുടെ കുടുംബം കഴിഞ്ഞ 6 മാസമായി താമസിക്കുന്നത്. BCCI വിലക്ക് പ്രഖ്യാപിച്ചതോടെ വീട്ടിൽ സ്വന്തമായി പ്ലേഗ്രൗണ്ട് നിർമ്മിച്ചാണ് ശ്രീശാന്ത് പരിശീലിച്ചു വരുന്നത്. ശ്രീശാന്തിന് അഭിനന്ദന പ്രവാഹവുമായി നിരവധി പേരാണ് വീട്ടിലേക്ക് എത്തുന്നത്. 4 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ശ്രീശാന്തിന് നീതി ലഭിച്ചത്. ഇനി ക്രീസിൽ ബൗളിംഗിൽ മാന്ത്രികത തീർക്കാൻ ഒരുങ്ങുകയാണ് ശ്രീശാന്ത്. ക്യാമറമാൻ രജിത്തിനൊപ്പം സിബി ജോസഫ്. വാർത്തകളിലേക്ക്. RSS സംഘം ആളുമാറി ആക്രമിച്ച കോഴിക്കോട് ചെലിയ സ്വദേശി 2.5 മാസമായിട്ടും ആരോഗ്യം വീണ്ടെടുക്കാനാകാതെ ചികിത്സയിൽ കഴിയുകയാണ്. CPM പ്രവർത്തകനെ ആക്രമിക്കാനെത്തിയ സംഘമാണ് പത്ര ഏജന്റായ ഹരിദാസിനെ ഇരുമ്പ് ദണ്ട് കൊണ്ട് ഭീകരമായി മർദ്ദിച്ചത്. കൈയും കാലും ഒടിഞ്ഞ ഹരിദാസൻ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്.